സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. എന്നാൽ LDFനെതിരെ അത്തരമൊരു വികാരം ഉയർന്നിട്ടില്ല. 100-ലധികം സീറ്റുകൾ കിട്ടുമെന്നും മുഖ്യമന്ത്രി ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പ്രതികരണം. ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് ഉണ്ട് എന്ന് ഈ സർവേകളിലൊക്കെ വരുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെ എത്രത്തോളം അത് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ട്? അത് പരിശോധിച്ചവരെല്ലാം പറയുന്നത്, നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുന്നവരും പറയുന്നത് അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരം. പക്ഷേ കേരളത്തിൽ ഈ 10 വർഷം പിന്നിട്ട LDFനെതിരെയുള്ള അത്തരമൊരു വികാരം ഉയർന്നു വന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന പ്രചരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. എങ്ങനെയാണ് ആ ഒരു ആത്മവിശ്വാസം? ഇപ്പോൾ എന്താണ് അങ്ങനെ ഒരു ഫിഗർ? ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക, 2016 LDFന് 91 സീറ്റായിരുന്നു ജനങ്ങൾ നൽകിയത്. 2021 ആയപ്പോൾ അത് 99 വർദ്ധിപ്പിച്ചു. ഒരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ 2021 സീറ്റിനേക്കാളും വർദ്ധിത സീറ്റായിരിക്കും LDFന് ജനങ്ങൾ സമ്മാനിക്കുന്നത്. ഇടതുപക്ഷം ഇല്ലാതാകുമെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി. അത് അപകടകരമായ നിലപാടാണ്. ഇടതുപക്ഷം വാനിഷാകണമെന്ന് പറയുന്നത് BJPയെ സഹായിക്കുന്ന നിലപാടാണ്. തെരഞ്ഞെടുപ്പിൽ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി അധപ്പതിക്കരുതെന്നും മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി ഇടതുപക്ഷം വാനിഷായി പോകണം, ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതെ, അത് തീർച്ചയായും തെറ്റായ ഒരു നിലപാടാണത്. എത്രത്തോളം അപകടകരമായൊരു നിലപാടാണെന്ന് ആലോചിക്കണം. അത് സാധാരണഗതിയിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണത്. ഇപ്പോൾ ത്രിപുരയിൽ BJP ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതൊരു പ്രത്യയശാസ്ത്ര വിജയമാണെന്നാണ്. അത്രമാത്രം ശക്തമായിട്ട് ഇടതുപക്ഷത്തെ കാണുന്നതാണ് BJPയുടെ പൊതുനില. RSSന്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിൽ അതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു ഭാഗം. ഇടതുപക്ഷം ഇവിടുന്ന് വാനിഷായി പോകണം എന്ന് പറയുമ്പോൾ എത്രമാത്രം BJPയെ സഹായിക്കുന്ന നിലപാടാണ്, എത്രമാത്രം വലതുപക്ഷ നിലപാടാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്ന് വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.